മലയാളികൾ എന്നെന്നും ഇഷ്ടപ്പെട്ടിരുന്ന സംവിധായകനായിരുന്നു ഭരതൻ. കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഭരതനും മോഹൻലാലും ആദ്യമായി കൈകോർത്തത്. പിന്നീട് 10 വർഷം കഴിഞ്ഞായിരുന്നു അവർ വീണ്ടും ഒന്നിച്ചത്. താഴ്വാരം അതായിരുന്നു അവരുടെ അവസാന ചിത്രവും. ആ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് ഭരതൻ മോഹൻലാലിനോട് പറയുന്നത്, ലാലെ, നിനക്കും തിലകൻ ചേട്ടനും തകർത്തു മറയാൻ പറ്റിയ ഒരു സംഭവം ജോൺ പോളിന്റെ കയ്യിലുണ്ട്. തിരക്കൊഴിയുന്ന സമയത്ത് അതൊന്ന് കേൾക്കണം. സംവിധായകൻ ഭരതന്റെ മനസ്സിലും തിരക്കഥാകൃത്തായ ജോൺ പോളിന്റെ ഭാവനയിലും ചമയം എന്ന പുതിയ ചിത്രത്തിലെ നാടകക്കമ്പക്കാരനായ എസ്തപ്പാൻ ആശാന്റെ വേഷത്തിൽ തിലകനും ആൻഡോയായി മോഹൻലാലും അരങ്ങേറ്റം കഴിഞ്ഞു നിൽക്കുന്നവരായിരുന്നു. കഥ കേട്ട മോഹൻലാലിനും തിലകനും ഈ ചിത്രം എത്രയും പെട്ടെന്ന് നടന്നു കാണാൻ എന്ത് നീക്കുപോക്കുകൾക്കും തയ്യാറുമായിരുന്നു. മോഹൻലാലിനും തിലകനും നിന്ന് തിരിയാൻ സമയമില്ല. എന്ത് കാര്യവും പൂർണ്ണതയോടെ ചെയ്യണമെന്ന മനോഭാവമായിരുന്നു സംവിധായകൻ ഭരതന്റേത്. തിരക്കഥയുടെ മിനുക്കുമണികൾ ദീർഘമായി നീണ്ടു. മോഹൻലാലിന്റെയും തിലകന്റെയും ഡേറ്റുകൾ തമ്മിൽ കലഹിക്കുന്നതിൽ വരെ എത്തിയ കാര്യങ്ങൾ. ഒടുവിൽ എല്ലാം ഒത്തുവന്നപ്പോഴേക്കും മോഹൻലാലും തിലകനും മറ്റ് ചിത്രങ്ങളിലെ തിരക്കിലുമായി. ഒടുവിൽ ചിത്രത്തിന്റെ അണിയർ പ്രവർത്തകർ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്തുകൊണ്ടായിരുന്നു തിലകന്റെ റോളിൽ മുരളിയെയും മോഹൻലാലിന്റെ റോളിൽ മനോജിനെയും കാസ്റ്റ് ചെയ്തത്. മുരളിയും മനോജ് കെ ജയനും തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റി ചമയം. മലയാളികൾ എന്നെന്നും ഇഷ്ടപ്പെട്ടിരുന്ന ഭരതൻ ടച്ച് ആസ്വദിച്ചുകൊണ്ടായിരുന്നു ചമയം ശ്രദ്ധേയ ചിത്രമായി മാറിയത്.